ഉപരിപ്ലവമായിട്ടൊരു കാര്യം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരനോടൊന്നും ഒരു പ്രതിബദ്ധതയും കേരളത്തിലെ ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കുമില്ല. പാർട്ടിയുടെ പത്രമാണെങ്കിൽ പോലും അതിന് ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, കാരണം അത് വിറ്റിട്ടില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നേതാക്കന്മാർക്കിടയിൽ വലിയ പാകതയും പക്വതയും ഉണ്ടാകണം. കേരളത്തിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു പുതിയ സർക്കാരിന് സാധിക്കുന്നു എങ്കിൽ ആ സർക്കാരിനെ നമ്മൾ അകമഴിഞ്ഞ് പിന്തുണയ്ക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് VD സതീശൻ അധികാരത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ പദ്ധതിയും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയൊരു സ്കോപ്പുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് വലിയ വലിയ കമ്പനികൾ മുതൽ മുടക്കാൻ കേരളത്തിലെത്തുന്നത്. അതിൽ 27,000 കോടി രൂപയുടെ ഈ വികസന പദ്ധതിക്ക് നിക്ഷേപിക്കാനൊരുങ്ങിയ അദാനി ഗ്രൂപ്പിന് പുറമെ അതിൽ നിന്ന് തന്നെ 49%, അതായത് 13,000 കോടി രൂപ ഞങ്ങൾ നിക്ഷേപിക്കാമെന്ന് വിദേശ കമ്പനിയായ MSCയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു വികസനം കേരളത്തിൽ നടക്കുമെന്ന് പുറം രാജ്യത്തുള്ളവർ തന്നെ വിശ്വസിക്കുമ്പോൾ കേരളത്തിലെ പാർട്ടിക്കകത്ത് ഇങ്ങനെയൊരു തമ്മിലടി ആവശ്യമാണോ? കേരളത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് എപ്പോഴും പറയാനുള്ള, കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരം സമ്പൂർണ്ണമായി മാറപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ടുമുതലേ ക്യാമറയും ഗൺമൈക്കുമെടുത്ത് ഏറ്റവും വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾക്ക് പിന്നാലെ ഓടി അത് ജീവിക്കാനുള്ള ഒരു മരുന്നായി കൊണ്ടുപോയി ടെലകാസ്റ്റ് ചെയ്യുന്ന മാധ്യമ സംസ്കാരത്തിന് കേരളത്തിൽ ആത്യന്തികമായി അന്ത്യം കുറിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ബീറ്റ് കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രത്യേക സബ്ജക്റ്റിൽ അദ്ദേഹം നേടിയിരിക്കുന്ന എക്സ്പെർട്ടിസമാണ്. ഇപ്പോൾ ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു മായിക പ്രപഞ്ചത്തിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ്. ആ ഫുട്ബോൾ മാമാങ്കത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി എഴുതാൻ, വളരെ പോയറ്റിക്കലായിട്ട് അത് സ്പോർട്സ് പ്രേമികളുടെ മനസ്സിലെത്തിക്കാൻ കഴിയുന്ന ഒരു സ്പോർട്സ് ലേഖകൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ, ഹെൽത്തിൽ ഒരു ലേഖകൻ, ആരോഗ്യ മേഖലയിലേക്കൊരു ലേഖകനുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട് എന്ന് പറയുന്നത് പോലെ പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്ന മാധ്യമ പ്രവർത്തകന്മാർ കേരളത്തിലുണ്ടാവണം. ഉത്തരവാദിത്വത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നവരുമാകണം. ഇപ്പോൾ ശ്രീ പവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം, അതിനു വേണ്ടിയിട്ട് 49% ഓഫ് ദ ടോട്ടൽ ഷെയർ ഓഫ് അദാനി ഗ്രൂപ്പ് അത് വിറ്റു എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ദേശാഭിമാനിയുടെ ലേഖകനാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പോലെ ഇത്രയും കാലത്തെ പഴക്കവും പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ പത്രമാണെങ്കിൽ പോലും അതിൽ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല, കാരണം അത് വിറ്റിട്ടില്ല. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇനി സർക്കാരിൻ്റെ പിന്തുണയോടല്ലാതെ അങ്ങനെ ഒരു ഓഹരി വിൽക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞിട്ടും ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു. അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യത്തോടുള്ള ആസക്തി അവസാനിച്ചു, കാരണം ഒരു പടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്പർ 1, കേരളത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മാധ്യമ സംസ്കാരത്തിനകത്ത് വലിയ തോതിലുള്ള മാറ്റം അനിവാര്യമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ആർക്കും എന്തും ഒരർത്ഥവുമില്ലാതെ ചോദിക്കാം എന്നുള്ളത്. 2, കേരളത്തിൽ ഇത്തരം വിവാദങ്ങൾ മതിയോ എന്നൊരു ചിന്ത ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുർദൈർഘ്യം പോലും 100-160 വയസ്സിലേക്കും എത്തിപ്പെടും എന്ന് പറയുന്ന ചിന്തകളിലേക്ക് നമ്മൾ പൊടുന്നനവെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് മാറി ഒരു ആംബി തിയേറ്ററിൽ മാത്രം നടത്തപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എന്തിനാണ് 15 വർഷക്കാലം ഒരേ ഗ്രൂപ്പിലിരുന്ന് ഹിസ്റ്ററി പഠിച്ചത്? ആ ഹിസ്റ്ററി പഠിച്ചവരാരെങ്കിലും പിന്നീട് ഹിസ്റ്റോറിയൻസ് ആയിട്ടുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഓരോ ആളുകൾക്കും ഇനി പാഠപുസ്തകത്തിൽ നിന്നല്ല വിദ്യാഭ്യാസം, അവൻ്റെ കാഴ്ചകളിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് മനുഷ്യൻ മാറാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വിവാദങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കേരളത്തിന് ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു പുതിയ സർക്കാരിന് സാധിക്കുന്നു എങ്കിൽ ആ സർക്കാരിനെ നമ്മൾ അകമഴിഞ്ഞ് പിന്തുണയ്ക്കണം. ഇപ്പോൾ
സമുദ്ര എന്ന് പറയുന്ന പദ്ധതി കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി തുറമുഖ നഗരമാക്കി മാറ്റും എന്ന് പറയുന്നത് വി ഡി സതീശനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് ആൻഡ് സീ അതിന് സാധ്യതയുണ്ടോ, അത് കേരളത്തിലെ നമ്മുടെ പാരിസ്ഥിതിക വിഷയങ്ങളെ ഒന്നും ബാധിക്കാതെ അത്തരം പദ്ധതികൾ സമഗ്രമായി കാസർഗോഡ് മുതൽ പാറശാല വരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും നേതാക്കന്മാർക്കിടയിൽ വലിയ പാകതയും പക്വതയും ഉണ്ടാകണം. കാരണം നമ്മൾ ഇത്രയും കാലം പഠിക്കാതെ ചില വിഷയങ്ങളോട് ചില താല്പര്യങ്ങളുടെ പേരിൽ മാത്രം സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിലെ തലമുറയോട് ഒരു വിഷയം പഠിക്കാതെ ഉപരിപ്ലവമായിട്ടൊരു കാര്യം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരനോടൊന്നും ഒരു പ്രതിബദ്ധതയും കേരളത്തിലെ ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും ഇല്ല. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തും സമൂലമായിട്ടുള്ള മാറ്റം അനിവാര്യമാണ്. അത്തരം ചിന്താ പദ്ധതികളിലൂടെ കോൺഗ്രസ് മുമ്പോട്ട് പോകണം, UDF മുമ്പോട്ട് പോകണം. മാധ്യമങ്ങൾ ഗൺമൈക്കുമായി പാഞ്ഞു വരുമ്പോൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഛർദ്ദിക്കേണ്ടവരല്ല തങ്ങളെന്നും തങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ പറയുകയും പാർട്ടിക്കകത്ത് തീരുമാനിക്കപ്പെടുകയും ചെയ്യണം എന്ന് പറയുന്ന ഒരു വിശാല മനസ്കതയിലേക്ക് കോൺഗ്രസിൻ്റെ ഏത് നേതാക്കന്മാരായാലും എത്തിപ്പെടുന്നതായിരിക്കും അഭികാമ്യം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ളൊരു പരിവർത്തനത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസും ഒരു മുന്നണിയായി UDFും മാറുക തന്നെ ചെയ്യും.